നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അയൽവാസി 3 പേരുടെ ജീവനെടുത്ത ചേന്ദമംഗലത്തെ അരുംകൊല നടന്നിട്ട് 1 വർഷം പോലുമായിട്ടില്ല. ഇപ്പോഴിതാ വടുതലയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കം ജീവനെടുക്കാനുള്ള തീകൊളുത്തലിൽ വരെ എത്തിയിരിക്കുന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ പകയുടെയും വൈരാഗ്യത്തിന്റെയും അങ്ങേയറ്റത്തോളം എത്തുന്ന സംഭവത്തിന് ഉദാഹരണമാണ് ചേന്ദമംഗലവും വടുതലയും. ഇരു സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ അവരുടെ ആക്രമണത്തിന് ഇരയായവർ വളരെ മുന്നേ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചേന്ദമംഗലത്തെ കൊലകൾ നടത്തിയ പ്രതി കണിയാമ്പറമ്പിൽ ഋതു ജയൻ ലഹരിക്ക് അടിമയായിരുന്നു. പകമൂലം കരുതിക്കുട്ടി ജയൻ കൊല നടത്തുകയായിരുന്നു. വടുതലയിലെ സംഭവവും കരുതിക്കുട്ടിയുള്ളതാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തിരിച്ചറിയാം. പെട്രോൾ കുപ്പിയിൽ വാങ്ങി സൂക്ഷിക്കുകയും ദമ്പതിമാർ പള്ളിയിൽ നിന്ന് വരുന്നത് മണിക്കൂറുകളോളം കാത്തുനിന്ന് കൃത്യം നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ചേന്ദമംഗലം പേരെപ്പാടത്ത് കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് ഋതു ജയൻ മോട്ടോർ സൈക്കിളിന്റെ ഷോക്ക് അബ്സർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വിനീതയുടെ മക്കളും സ്കൂൾ വിദ്യാർത്ഥികളുമായ ആരാധിക, അവനി എന്നിവരുടെ കൺമുന്നിലായിരുന്നു സംഭവം. ഈ കുടുംബവും ഋതുവുമായി ഉണ്ടായിരുന്ന വാക്കുതർക്കമാണ് പിന്നീട് പകമൂത്ത് കൊലപാതകത്തിൽ കലാശിച്ചത്. വേണുവും കുടുംബവും തന്നെ അപകീർത്തിപ്പെടുത്തിയിരുന്നുവെന്നും ഇതാണ് കൊലയ്ക്കുള്ള കാരണമെന്നുമാണ് ഋതു പോലീസിന് മൊഴി നൽകിയത്. കൊലപാതകം നടത്തിയ ശേഷം വീട്ടിലെ ബൈക്കുമെടുത്ത് പുറത്തേക്കിറങ്ങി 4 പേരെ ഞാൻ തീർത്തു എന്ന് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിരുന്നു. അയൽവാസികളുമായി നിരന്തരം പ്രശ്നമുണ്ടാക്കിയിരുന്ന ഋതുവിനെതിരെ പോലീസിൽ പലതവണ പരാതി നൽകിയിരുന്നെങ്കിലും മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വേണുവിന്റെ വീടിന് മുന്നിലെ ഗേറ്റ് ഋതു തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ട് വേണു വടക്കേവിള പോലീസിൽ പരാതി നൽകിയിരുന്നു. സമാനമായി വീട്ടിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് ക്രിസ്റ്റഫർ പ്രതിയായ വില്യംസിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു.